ഹലോ അസ്സലാമലൈക്കും. ഇനി ആരും സച്ചുവിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗം ഇതിനകത്ത് ഓനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ വീഡിയോയിൽ കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടില്ല. അപ്പോൾ എങ്ങനെയാണോ ഓനെ കാണിക്കാൻ പറ്റണ ആ ഒരു രീതിക്കാണ് ഞാൻ കാണിക്കണത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കമൻറ്റൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ വൈകിട്ട് ഈ വീഡിയോ രാവിലെ എടുത്ത കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പം സച്ചുവിനെ കാണാൻ ആഗ്രഹമുള്ളവർക്കേ ചിലപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്നും ആരും കാണലുണ്ടാവില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് ആഡ് ചെയ്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് പുറത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ചായയുടെയൊക്കെ കഴിഞ്ഞ് കുളിയും ഡ്രസ്സ് മാറ്റലൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചക്ക ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ പുറത്ത് കൊണ്ടുവന്നിട്ട് തിന്നാണ്. മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാതിൽ തുറന്നപ്പോൾ അവന് പുറത്ത് വന്നു. ഓനിങ്ങനെ വന്നാൽ ചിലപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി പോകും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകാണ്ട് നിർത്തിക്കാണ്. പിന്നെ ചക്ക പഴുത്തത് ഓന് ഇഷ്ടമാണ്. അപ്പോൾ അത് കൊടുത്തപ്പോൾ ഇങ്ങനെ ഇരുന്നു. ആദ്യം ഇങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കൂലായിരുന്നു കേട്ടോ. ഒന്നും തിന്നൂലായിരുന്നു. നമ്മൾ പഴം നേന്ത്രപ്പഴം ഒന്നും കൊടുത്താൽ തിന്നൂല. പിന്നെ പൈനാപ്പിൾ അങ്ങനത്തെയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ട് കൊടുത്താലാണ് തിന്നുക കേട്ടോ. ഇപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കൊടുത്ത് പോനൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ വലിയ കുട്ടിയല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ ഇരുന്നിട്ട് നല്ല പഴുത്ത ചക്ക കേട്ടോ, നല്ല മധുരം. ഈ വർഷത്തെ ചക്ക കുറേ പേരൊക്കെ തിന്നിട്ടുണ്ടാവില്ലേ. ഞങ്ങൾക്ക് ചക്ക കിട്ടി തുടങ്ങണേ ഉള്ളൂ. നമ്മളവിടെ ചക്ക ഇല്ല കേട്ടോ. പിന്നെ അയൽപക്കത്തൊക്കെ കുറേ അടുത്തൊന്നുമില്ല, അങ്ങനെ തരാൻ പറ്റുന്ന രീതിക്കുള്ള അടുത്തൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു അൺബോക്സിങ് ആണ്. ഇത് ഞാൻ മീഷോന്ന് അടുക്കളയ്ക്ക്, നമ്മൾ അടുക്കള എത്രത്തോളം സൗകര്യം കുറവാണ് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ബോട്ടിൽസൊക്കെ ഇങ്ങനെ കബോർഡിൽ നമ്മൾ പരത്തി വെക്കണം. അപ്പോൾ ഒരു സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിൽസ് കുറേ ഒതുങ്ങി കിടക്കുകയും ചെയ്യും. കിച്ചണിലുള്ള ആ ഒരു വൃത്തികേട് നമുക്ക് മാറിയും കിട്ടും കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് മീഷോന്ന് ഞാൻ ഓർഡർ ചെയ്തേനു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ വെക്കാം. സംഭവം നല്ല ക്വാളിറ്റിയും, നമ്മളൊരു 400 സംതിങ് രൂപക്കാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ എനിക്കത് ഫിറ്റ് ചെയ്യാനുള്ള ടൂളിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇത് ചിലപ്പം ഇങ്ങനെ വീട്ടിൽ ഈ പിന്നെ സ്ക്രൂ ഡ്രില്ല് ചെയ്യാനുള്ള മെഷീനുള്ളവർക്കൊക്കെ പറ്റും. പക്ഷേ എനിക്കിത് പറ്റണില്ലായിരുന്നു. അപ്പോൾ ഞാനത് തൽക്കാലം ഞാനത് റിട്ടേൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലാത്ത വേറൊരു കുഴപ്പമില്ല. ഇതിനൊക്കെ ഉള്ള സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ കേട്ടോ. ഈ ഒരു പൈസക്ക് വേർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്ക് കുറച്ച് അടുക്കളയിലുള്ള അല്ലറ ചില്ലറ കുപ്പികളും പൊടികളും ഒക്കെ നമുക്ക് നല്ല വൃത്തിക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ. വുഡെല്ലാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഇപ്പോൾ വരുന്നൊരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് തന്നെയാണ് സാധനം കേട്ടോ. പ്ലൈവുഡ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഈ മെറ്റീരിയലിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പം ഞാനും മക്കളൊക്കെ ഇരുന്ന് നല്ലോണം നോക്കി ഇതൊന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് എനിക്ക് ദേഷ്യം വന്നിട്ട് അതിൽ യൂസർ ഒന്നും ഇല്ല കേട്ടോ. അതവിടെ ഇതിലൊരു പേപ്പറായിട്ട് പോലും ഇല്ല. പിന്നെ ഒരു സ്റ്റിക്കറോ ഒന്നുമില്ല. അപ്പോൾ അതും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ആ ഒരു നെഗറ്റീവ് ഇതിനുണ്ട് കേട്ടോ. ഉള്ളതുള്ള പോലെ പറയാമല്ലോ. അപ്പം അത് വീട്ടിലെത്തിയതിൻ്റെ ശേഷം എടുത്തിട്ടുള്ള വീഡിയോനും. ഇപ്പോൾ ഞാൻ സ്കൂളൊക്കെ വിട്ടിട്ട് കുറച്ച് സാധനങ്ങളും, അപ്പോൾ മദ്രസൊക്കെ തുറക്കാനായല്ലോ. അപ്പോൾ മോൻ്റെ ബുക്കൊക്കെ വാങ്ങിക്കാണ്ടായി കേട്ടോ. മദ്രസിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പോയപ്പോൾ ബുക്ക് സ്റ്റാളിൽ നിന്ന് അങ്ങനെ വാങ്ങിയിട്ടോ. കുറഞ്ഞ റേറ്റുള്ളൂ, 50 രൂപയൊക്കെ ഓരോ ബുക്കിന് വരുന്നുണ്ട്. പക്ഷെ എന്നാലും അതങ്ങോട്ട് വാങ്ങി പൊതിഞ്ഞ് വെച്ചാൽ പിന്നെ ഒരു സമാധാനമല്ലല്ലോ. മക്കൾക്കും സമാധാനം, നമുക്കും സമാധാനം. അങ്ങനെ ഒരു ബൂസ്റ്റ് സർബത്തൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കുടിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ചൂടല്ല, മഴയാണെന്ന് പറഞ്ഞാലും നല്ല ചൂടല്ലേ. ഞാൻ പിന്നെ സ്കൂൾ വിട്ട് പോയിട്ട് കുറേ സമയമായി കേട്ടോ. വന്നപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എനിക്ക് നല്ല ദാഹം വിശപ്പൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ചായ അല്ല ഉണ്ടാക്കിയത്, ഇങ്ങനെ പാല് തണുപ്പിച്ചിട്ട് അതിൽ സർബത്തും അതേപോലെ ബൂസ്റ്റിൻ്റെ പൗഡറും കസ്കസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ആക്ച്വലി വീഡിയോ അവിടെ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഓണാക്കി വെച്ചിന്, പക്ഷെ അത് റെക്കോർഡായില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും കൂടി തീർക്കുകയാണ്. ചിലപ്പോൾ അവർ ഫുഡ് കഴിച്ചാൽ സിങ്കിൽ അങ്ങനെ പാത്രങ്ങളുണ്ട് കേട്ടോ. ചിലപ്പോൾ നല്ല മിക്കവാറും അങ്ങനെ ഇടും. അപ്പോൾ ഞാൻ എത്ര ക്ലീൻ ചെയ്ത് പോയാലും ഇവിടെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതും അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ ഗ്ലാസ് എടുത്ത് ഒരു 10 ഗ്ലാസ് അവിടെ നിരത്തി വെക്കും. ഒരു ഗ്ലാസ് എടുത്തിട്ട് അതന്നെ കഴുകിയിട്ട് എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ കയറി വരുമ്പോൾ ചിലപ്പോൾ ഒരു ഭ്രാന്താണ്. ഇങ്ങനെ സിങ്കിൽ അങ്ങനെ അലമ്പായിട്ട് കിടക്കുന്ന നമ്മളത്രയും ക്ഷീണിച്ച് വരുമ്പോൾ ഇതൊന്നും ക്ലീനാക്കാൻ ഒരാളെങ്കിലും ഉണ്ടായെങ്കിൽ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷേ ഈ വീട്ടമ്മ എന്ന് പറയുന്നത് അങ്ങനെയാണ്. വീട്ടിലെത്തിയ ഇഷ്ടം പോലെ പണികളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സച്ചൂട്ടം വന്നിട്ട് ഇതൊക്കെ തപ്പിയിട്ട് എടുക്കുന്നുണ്ട്. ഇവരങ്ങനെ ബോട്ടിലൊക്കെ കണ്ടാൽ എടുക്കും കേട്ടോ. പല കുപ്പീൻ്റെയും അടുപ്പ് ഇവിടെ ഇല്ല, അതേപോലെ കുപ്പി ഓട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു കളിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങളാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ വേഗത്തിൽ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുകയാണ്. കണ്ടാൽ പിന്നെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അതവിടെ അങ്ങനെ ഇടാൻ.
അപ്പോൾ അതാ രാവിലത്തെ ഫുഡ് ഒക്കെ ബാക്കിയുണ്ടോ എന്നൊക്കെ നോക്കി. ഇന്ന് പിന്നെ ഫുഡ് ഞാൻ രാവിലെ ചോറ് വെച്ചിട്ടില്ല, ഇവർക്കുള്ള ഉമ്മ കൊടുത്തിട്ടുണ്ടായി. ചോറ് കുറച്ച് വെച്ചിട്ടുണ്ടായി, അതിൽ ബാക്കി കുറച്ചുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞല്ലോ. നമ്മൾ കിച്ചൺ അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കിച്ചണിൽ വർക്ക് ചെയ്യാനും അതേപോലെ തന്നെ എന്താ പറയുക, പുതിയ കാര്യങ്ങൾ പറ്റുന്ന രീതിക്ക് നമ്മൾ കിച്ചണിൽ ഒക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് എന്തോ ഒരു പോസിറ്റീവ് തരുന്നൊരു സംഗതിയും കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ വലിയ എമൗണ്ടൊന്നും ചിലവാക്കാതെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചിലവാക്കിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. സെറാമിക്കിൻ്റെ കുറച്ച് പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 70 രൂപയ്ക്ക് ഇതിനും വളരെ കുറവാണ് കേട്ടോ. നമ്മളവിടുത്തെ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെയാണ്. ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ സാധനത്തിനൊക്കെ പ്രോഡക്റ്റുകൾക്ക് വില കുറവാണ് കേട്ടോ. പിന്നെ കുറച്ച് ബോട്ടിൽസ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഒരു 4 എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഇവിടെ കുറച്ചുണ്ട്, വലുതും ഉണ്ട് അതേപോലെ ചെറുതും ഉണ്ട് കേട്ടോ. കോഫി പൗഡർ അതേപോലെ നമ്മളെ സ്പൈസസ് ഒക്കെ ഇടാൻ ഇത് നല്ല രസമാണ്. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ തെളിഞ്ഞ് കാണേണ്ട എടുത്താലേ വേറൊരു ഗുണം കൂടിയുണ്ട്, നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം കൂടിയും വെച്ചിട്ടാണ്. പിന്നെ പതുക്കെ ഞാൻ പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്നുള്ളൊരു തീരുമാനമുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ 2 ചെടിച്ചട്ടി നമ്മളിവിടെ കുറച്ച് കുറ്റി കുരുമുളകൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആയിരുന്നു കേട്ടോ. ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് തന്നെയാണ്, പക്ഷേ എനിക്കത് ഉപയോഗിക്കേണ്ടെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ലഞ്ച് ബോക്സും കൂടി സ്റ്റീലിൻ്റെ എടുത്തിട്ടുണ്ട്. ഇതിന് 98 രൂപയും അതേപോലെ 100 രൂപയാണ് വരുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൽ ഒരാൾക്ക് കഴിക്കാനുള്ള നമ്മൾ 3 കയ്യിൽ ചോറ് നല്ല കഴിക്കണവർക്കൊന്നും ഉണ്ടാവില്ല, സാധാരണ വിശപ്പ് മാറാൻ കുറച്ച് കഴിക്കണവർക്കൊക്കെ പറ്റട്ടെ. എനിക്ക് അതൊക്കെ മതി. പിന്നെ എൻ്റെ മോളും 2 ആൾക്കും വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. മോനിഞ്ഞ് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു. ഓൾക്ക് പിന്നെ മോള് ഇവിടുന്ന് ഫുഡ് വാങ്ങാൻ കുറച്ച് മടിച്ചു കേട്ടോ. മോനാണെങ്കിൽ ഫുഡ് വാങ്ങാൻ പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് തന്നെ വാങ്ങും. പിന്നെ അതിൽ ചെറിയൊരു നമ്മൾ ഈ കൂട്ടാനൊക്കെ കൊണ്ടുപോകുന്ന ഒരു പാത്രം എനിക്ക് തുറക്കാനൊക്കെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ക്ലീനാക്കി വെച്ചു. പിന്നെ ഞാനതിൽ ഒരേപോലത്തെ 2 സെറാമിക്കിൻ്റെ പാത്രങ്ങൾ, അതെനിക്ക് കറി വിളമ്പാനോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ കയ്യിൽ ഡിന്നർ സെറ്റൊന്നും ഇല്ല. അപ്പോൾ കുറേശ്ശെ വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മൾ കുറേ സമ്പാദിക്കുക, അതേപോലെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ചെറിയ എമൗണ്ട്, ഇപ്പോൾ ചിലർക്ക് ഡ്രസ്സ് വാങ്ങിക്കണമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇതേപോലെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമായിരിക്കും. ആ ഒരു സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അതിങ്ങനെ ഒതുക്കി പെറുക്കി വെക്കുമ്പോൾ. അപ്പോൾ അടുക്കള എന്നുണ്ടെങ്കിൽ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവണമായിരിക്കും ഇഷ്ടം കേട്ടോ. എൻ്റെ ഒരു ഡ്രീമാണ് ഇങ്ങനെ കുറേ കുറച്ച് വലിയൊരു എന്താ പറയുക, ആർഭാടമൊന്നും പറയാനല്ലെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം സ്പേസ് നമ്മൾ ഇപ്പോഴത്തെ ഒരു മോഡുലാർ കിച്ചൺ ഉണ്ടല്ലോ, അങ്ങനെയൊന്നും അല്ലാന്നുണ്ടെങ്കിലും ആവശ്യത്തിന് നല്ല രീതിക്ക് എനിക്ക് പറ്റണ പോലെ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഹാപ്പി ആകാൻ നോക്കലുണ്ട് കേട്ടോ. അല്ലാണ്ട് നമ്മളെ സന്തോഷങ്ങൾ ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുഞ്ഞു സന്തോഷങ്ങളാണല്ലോ. അപ്പോൾ അത് മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ഞാൻ വാങ്ങാൻ ശ്രമിക്കാറുണ്ട്. ഓവറായിട്ടല്ല, അത്യാവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ. അതിൽ കൂടെ ചെറിയ സന്തോഷങ്ങളും കിട്ടും, അത്രയാണ്. അപ്പോൾ വൈകിട്ട് തുണിയിടക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി മക്കൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ കൊടുക്കട്ടെ. സജുവിന് നേരത്തെ മരുന്നൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് ഭക്ഷണം കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയാണ്. വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.